ടർക്കിഷ് ഐസ്ക്രീം ഒക്കെ ഒരിക്കലും ഒരു മസ്റ്റ് ഡു ആക്ടിവിറ്റി ആയിട്ടൊന്നും ഞാൻ പറയത്തില്ല കപ്പഡോക്കിയയിലേക്ക്. നമ്മൾ നമ്മുടെ ലവേഴ്സ് ഹില്ലിൽ പോയിട്ട് സൺറൈസൊക്കെ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ആ ഹോട്ട് എയർ ബലൂൺ റൈഡിൻ്റെ ആ ഹോട്ട് എയർ ബലൂൺസിൻ്റെയൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നേരമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ കുഞ്ഞു ഷോർട്ട് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഫുൾ വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ആൻഡ് ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, തന്നെ നല്ല ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൻഹീഡിലും ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടുത്തെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ നിന്നിട്ടുള്ള ഹോട്ടലിൽ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം എന്തായാലും ഞാൻ ഈ ഒരു വ്യൂ നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമുക്ക് പുറത്ത് വന്നിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പുണ്ട്. നമ്മൾ പുറത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മൊത്തത്തിൽ ബാക്ക് ക്യാമറയിലെല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മുഖത്ത് എന്തെങ്കിലും വിഷമമുള്ളതായിട്ട് ആർക്കെങ്കിലും തോന്നിയോ? എനിക്ക് വീഡിയോ ഇട്ട് കഴിയുമ്പം അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കുന്ന ദിവസം, അതായത് 24 ജൂണിൽ ആയിരുന്നു നമ്മൾ ഹോട്ട് എയർ ബലൂൺ റൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വെതർ കണ്ടീഷൻ ഓക്കെ അല്ലാത്തതുകൊണ്ട് നമ്മുടെ റൈഡ് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ടാണ് നമ്മൾ 25 ജൂണിൽ ഫ്ലൈ ചെയ്തത്. അപ്പം നമ്മൾ അറിയുന്നില്ലല്ലോ 25 നമ്മൾ പറക്കുമെന്ന്. പക്ഷേ ആ ഒരു വിഷമം, അയ്യോ ഫ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം കൊണ്ടിട്ട് ഭയങ്കര ആ ദിവസം പ്ലാൻ ചെയ്തതൊക്കെ ഞങ്ങൾ ക്യാൻസൽ ആവുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി കേട്ടോ. ഒരു സന്തോഷമൊന്നുമില്ലായിരുന്നു. സാധാരണ ഹോട്ട് എയർ ബലൂൺ റൈഡ് സൺറൈസിൻ്റെ സമയത്താണ് എടുക്കുന്നത്. ഇത് സൺറൈസൊക്കെ കഴിഞ്ഞിട്ടൊരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പം ഫ്ലൈ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ ലവേഴ്സ് ഹില്ലിൽ അത് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം കുറേ നേരമൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാകത്തില്ല, നമ്മളൊരു ട്രിപ്പ് വന്നതല്ലേ, അപ്പോൾ അതിൽ കുറേ ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നാൽ ശരിയാകത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഖൊറം ഓപ്പൺ എയർ മ്യൂസിയം, അത് കാണാനായിട്ടുള്ള പോക്കാണ് കേട്ടോ ഇത്. ബാക്കി നിങ്ങൾ കണ്ടോളുക. സോ നമ്മളിപ്പം ചുമ്മാ ഒന്ന് നടക്കാനായിട്ട് പോവാണ്. ഇവിടെ നിന്ന് കപ്പഡോക്കിയയിലെ നമ്മൾ മെയിൻ ഈ സ്ട്രീറ്റിലൊന്നും നടന്നൊന്നുമില്ല. അപ്പം അവിടെയൊക്കെ നടന്ന് പിന്നെ ഖൊറം ഓപ്പൺ എയർ മ്യൂസിയം ഉണ്ട്, അതൊക്കെ ഒന്ന് കാണണം. പിന്നെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് എന്ത് വേണം, നല്ല രസമല്ലേ ബാക്ക്ഗ്രൗണ്ടൊക്കെ, എന്ത് വേണം നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിതാ ടർക്കിഷ് ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ടുണ്ട്. വിശാഖിനെ ഷാറുഖ് ഖാൻ എന്ന് വിളിച്ചു പുള്ളിക്കാരൻ. അപ്പോഴത്തേക്കും വിശാഖ് വീണു. പിന്നെ അവിടുന്ന് ഐസ്ക്രീം മേടിച്ചിട്ടേ പോവുള്ളൂ. ഐസൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാറുഖ് ഖാൻ എന്നുള്ളതൊക്കെ മാറ്റി പറഞ്ഞു. പക്ഷേ അമിതാഭ് ബച്ചൻ എന്ന് വിളിച്ചു. എന്തായാലും നമുക്കിത് ഐസ്ക്രീം കിട്ടി. പക്ഷേ ഇസ്താംബുളിൽ നിന്ന് ട്രൈ ചെയ്യണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. സാരമില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കട്ടെ. ആകെ മൊത്തത്തിലൊരു മൂഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, നമ്മൾ ട്രിപ്പിന് വന്നല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ തെണ്ടിത്തിരിഞ്ഞിങ്ങനെ നടക്കുന്നത്. അപ്പം നമ്മൾ ഖൊറം ഓപ്പൺ എയർ മ്യൂസിയത്തിൽ പോകാനായിട്ടൊക്കെ വലിയ ചാടിത്തുള്ളി പോയിട്ട് അവസാനം വെയിലും പിന്നെ നമുക്ക് ആകെയുള്ളൊരു വിഷമമൊക്കെ ഉണ്ടല്ലോ, അത് കാരണം നമ്മളെല്ലാം കൊണ്ടിട്ട് പകുതി വരെ പോയിട്ട് നമ്മൾ തിരിച്ചിങ്ങി വന്നു കേട്ടോ. അപ്പം വെയിലും ഓവറോൾ ഒരു മൂഡില്ലായ്മയും എല്ലാം കൊണ്ടിട്ട് നമ്മളെല്ലാം പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഓണർ പോട്രി വർക്ക്ഷോപ്പിൻ്റെ ഒരു സജഷൻ പറഞ്ഞത്. അവരെന്തായാലും അവിടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്, അപ്പം ഞങ്ങളെ വേണമെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചാൽ എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം, ഒരു അവസരം കിട്ടിയല്ലേ, അപ്പം നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ പോട്രി വർക്ക്ഷോപ്പിൽ പോവാണ് കേട്ടോ. ഇത് കിടലിനാണല്ലോ ഇടാ. ആണ് നമ്മുടെ പോട്രി മേക്കിംഗ് റൂം. അപ്പോൾ പുള്ളിക്കാരത്തി മാസ്റ്ററിനെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇനി അതിതാ അവിടെയാണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. നീ ട്രൈ ചെയ്യുന്നു? നീ ചെയ്. ഇവർ പറഞ്ഞില്ലേ 2 ദിവസം. എല്ലാവരോടും പറയുന്നതാണെന്ന് തോന്നുന്നു.
Yeah. Do you know Salar? Yeah. I think I learned some Turkish. Okay. Well, You made something. your first time. Yeah, first time. Ben hediye yolları kalmıyor. How to say thank you in Turkey? Ben utanırım abla şimdi. Bilemiyorum. Teşekkür. You're welcome. Ben utanıyorum abla konuşmaya böyle ya. അങ്ങനെ നമ്മൾ പോട്ടറി മേക്കിങ്ങും ചെയ്തു. ഈ ഒരു പോട്ടറി മേക്കിംഗ് നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നൊരു കാര്യമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോട്ടറി മേക്കിങ്ങും അതുപോലെ 25th നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് തന്നെ നമ്മൾ ഹോട്ട് എയർ ബലൂൺ റൈഡ് ചെയ്തതും ഒക്കെ നമ്മുടെ പ്ലാനിനെക്കാട്ടിലും ഗോഡിൻ്റെ പ്ലാനിനാണ് ഭയങ്കര സ്പെഷ്യൽ, അല്ലെങ്കിൽ ഭയങ്കര വണ്ടർഫുൾ ആയിരിക്കും ആ ഒരു പ്ലാനിന് ഉള്ളതിനൊരു എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു പോട്ടറി മേക്കിംഗ് ഒക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തു. ഇവിടുത്തെ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സും എല്ലാം നല്ല രസമായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഡിസപ്പോയിൻറ്റ് ആയിട്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഓണറാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം അവരെന്തായാലും ഈ ഒരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് വരുന്നുണ്ട്, അപ്പം നിങ്ങളെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഇവിടെ വരുന്നത് കേട്ടോ. ഈ ഒരു പോട്ടറി മേക്കിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങളും വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അങ്ങനെ എന്തായാലും ഈ ഒരു ഇവിടെ വന്നിട്ട് ഈ ഒരു പോട്ടറി ഷോപ്പ് കണ്ടതും ഇവിടുന്ന് സാധനം മേടിച്ചതും ആ ഒരു പോട്ടറി ചെയ്തതും പിന്നെ എല്ലാം അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും എല്ലാം ശരിക്കും പറഞ്ഞാൽ കണ്ണിന് കുളിർമ തരുന്നൊരു കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഡ് ഡേ എങ്ങനെയാണ് ഒരു നല്ല ഡേ ആയിട്ട് കൺവേർട്ട് ചെയ്തത് എന്നുള്ളതിനൊരു എക്സാമ്പിളും കൂടെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം കേട്ടോ. ഇത്രയും പീസ് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഒരു ഭംഗി കാണത്തുള്ളൂ. നമ്മൾ ഒരെണ്ണം മേടിച്ച് അറേഞ്ച് ചെയ്താൽ വലിയ ഭംഗിയൊന്നും കണ്ടില്ല. പക്ഷേ ഇതിങ്ങനെ നല്ല രസമുണ്ട്. ഭയങ്കര ഇവിടെ ടർക്വസ് ബ്ലൂ ആണല്ലോ ഇവിടുത്തെ മെയിൻ കളർ. അപ്പോൾ അതാണ് അവർ പറഞ്ഞത് ഇവരുടെ മെയിൻ ഐറ്റമാണ്. പക്ഷേ ഈ പീസസിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് ഈ കളറിൻ്റെ പ്രത്യേകതയായതുകൊണ്ട്. നമ്മുടെ ഹോട്ടലിൻ്റെ ഓണറാണ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്തത്. നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയി എന്ന് കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരനാണ് പറഞ്ഞത് ഞങ്ങൾ ഇതുപോലൊരു സംഭവം ഉണ്ട്, അവിടെ നിങ്ങളെന്നാൽ പോവും, ഞങ്ങൾ എന്തായാലും അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മളെ ഡ്രോപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ടർക്കിഷ് ടീ ഒക്കെ ഇങ്ങനെ സെർവ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇവരിത് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ഇതിനകത്ത് കൂടി ഇട്ടിട്ട് ഇങ്ങനെയാണ് അവർ ടീ സെർവ് ചെയ്യുന്നത്. അത് അവരുടെ ഒരു ബഹുമാന സൂചകമായിട്ടും അങ്ങനെയൊക്കെയാണെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. ഇതിൻ്റെ വലിയ പീസ് പല സൈസ് അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ നല്ല എക്സ്പെൻസീവാണ്. ഞങ്ങൾ ഇതിൻ്റെ ഒരു ചെറിയ പീസാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇതല്ല, വേറെ ഡിസൈൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പം ഘോരം ഓപ്പൺ എയർ മ്യൂസിയത്തിലേക്ക് പോവാണ്. അപ്പം ഞങ്ങൾ നമ്മുടെ പോട്രി സംഭവമൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ ഡ്രൈവറല്ല ഹോട്ടലിലെ ആൾ നമ്മളെ ഇവിടെ വന്നിട്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നമ്മളിനി ഇവിടെ കുറച്ച് നേരം ഓപ്പൺ എയർ മ്യൂസിയൊക്കെ കണ്ടിട്ട് ഇവിടെ കുറേ ഷോപ്പിംഗ് കടകളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിനി ഹോട്ടലിലേക്ക് നടക്കണം. അപ്പോൾ എന്തായാലും എയർ മ്യൂസിയത്തിലെത്തിയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.
നമ്മളിപ്പം ഖൊരം ഓപ്പൺ എയർ മ്യൂസിയത്തിലാണ് നിൽക്കുന്നത്. ഞാനിതൊരിക്കലും ഒരു മസ്റ്റ് ഡു ആക്ടിവിറ്റി ആയിട്ടൊന്നും ഞാൻ പറയത്തില്ല കപ്പഡോക്കിയയിലെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മല മൊത്തം നമ്മൾ കയറണം, കുറേ ഉണ്ട് കയറാൻ. ഇത് ഫുള്ളും മ്യൂസിയമാണ്. ഫുള്ളും ഇവിടുത്തെ പണ്ടത്തെ സിവിലൈസേഷനും പണ്ടത്തെ ആൾക്കാർ താമസിച്ചതും ഒക്കെ സ്ഥലമാണിത്. ആക്ച്വലി ഇതിൻ്റെയൊക്കെ മണ്ടയ്ക്കൂടെയാണ് നമ്മൾ ഹോട്ട് എയർ ബലൂണിൽ ഫ്ലൈ ചെയ്യുന്നത്. അപ്പം ഭയങ്കര മസ്റ്റ് ഡു ആക്ടിവിറ്റി ഒന്നും അല്ല, എസ്പെഷ്യലി ഈ പൊട്ട വെയിലത്ത് ഒരിക്കലും ഞാൻ പറയത്തില്ല ഇത് ചെയ്യണമെന്ന്. ജസ്റ്റ് ഒരു ഇഷ്ടമുള്ളവർക്ക് വന്ന് കാണാം, അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ വന്നിട്ട് കാണാം, അത്രയൊക്കെയുള്ളൂ. അല്ലാതെ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ലാൻഡ്മാർക്കാണ്, ഇഷ്ടമുള്ളവർക്ക് വരാം, നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് വരാൻ, കുഴപ്പമില്ല. പക്ഷേ ഒരു മസ്റ്റ് ഒന്നുമല്ല. കപ്പഡോക്കിയയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നല്ല. ഈ ATV ടൂർ, പിന്നെ അതുപോലെ ബലൂൺ റൈഡ്, അതുപോലെ പോട്ടറി മേക്കിംഗ്, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ വെയിലത്ത് ഇങ്ങനെ നടന്ന് ഒരുപാട് ക്ഷീണിക്കും, കുറേ വെള്ളം കുടിക്കും. ചേർച്ചാന്ന് തോന്നുന്നു. തണുക്കുന്നില്ലേ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത്തരം വെയിലൊന്നും കൊള്ളാനും ഇത്തരം മലയൊന്നും കയറാനും വയ്യാത്തതുകൊണ്ട് അവിടെ അടുത്തുള്ള ഈ ഒരു ചേർച്ചിൽ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നല്ല കേവ് ആയതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അധികം ഒന്നും കാണാനൊന്നും ഇല്ലായിരുന്നു ചേർച്ചിനകത്ത്. പക്ഷേ സ്റ്റിൽ ആ ഒരു തണുപ്പ് കൊണ്ടുകൊണ്ട് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോകുമായിരുന്നു കേട്ടോ. ഖൊറം ഓപ്പൺ എയർ മ്യൂസിയം ചരിത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് ബൈസാൻഡിയൻ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്യാസ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. 10-12 നൂറ്റാണ്ടുകളിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ഒരു മ്യൂസിയം കപ്പഡോക്കിയയിലെ പ്രകൃതി ദൃശ്യങ്ങളിൽ അഭയം തേടിയ ക്രിസ്ത്യാനിറ്റി സന്യാസിമാരുടെ, അതായത് ക്രൈസ്തവ സന്യാസിമാരുടെ കേന്ദ്രമായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറേ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മ്യൂസിയം തന്നെയാണ് ഈ ഒരു ഓപ്പൺ എയർ മ്യൂസിയം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വെയിലും എല്ലാം കൊണ്ട് ഞങ്ങൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു മസ്റ്റ് ഡു അല്ലെന്ന് കേട്ടോ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സന്ദർശിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു മസ്റ്റ് ഡു ആക്ടിവിറ്റി തന്നെയാണ്. ട്രാവലിംഗ് എന്ന് പറയുമ്പം ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചാണല്ലോ ഓരോരുത്തരും സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് കപ്പഡോക്കിയയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലും അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നതിനായിരുന്നു ഞങ്ങൾ ഈ ഒരു ട്രിപ്പിന് ഫുള്ളും ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. സോ നമ്മളപ്പം ഖൊറം ഓപ്പൺ എയർ മ്യൂസിയത്തിൽ വന്നു. ഇവിടെ വന്നിട്ട് നമുക്ക് ഭയങ്കര വെയിലാണ്. നമ്മൾ മേ ബി ചൂസ് ചെയ്ത ടൈം റോങ് ആയിരിക്കും. ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും. അപ്പം ഭയങ്കര ചൂടാണ്. ഞങ്ങൾക്ക് മുഖമൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക പൊള്ളി തുടങ്ങി. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒരു ചേർച്ച് ഉണ്ടായിരുന്നു, ആ ചേർച്ച് മാത്രം കണ്ടിട്ട് ഞങ്ങളിങ്ങനെ വന്നതാണ്. ഇവിടെ ഒരു കഫേയിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കുകയാണ്. ഫുഡല്ല, നമ്മൾ ഡ്രിങ്ക്സ് കഴിക്കുകയാണ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കും വെയിൽ കൊള്ളാൻ ഇഷ്ടമുള്ളവർക്കും കുഴപ്പമില്ല. പക്ഷേ ഈവനിങ് ടൈമിൽ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഭയങ്കര ചൂടാണ്. അപ്പം ഞങ്ങൾ മ്യൂസിയത്തിൽ പോയില്ല, വയ്യാണ്ടായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും. സോ ഞങ്ങളിവിടെ വന്ന് കുറച്ച് നേരം വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടൊരു ഡ്രിങ്ക്സും മേടിച്ചു. ഇത് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് നമുക്ക് നടക്കണം. ഈ വെയിലത്ത് തന്നെ 30 മിനിറ്റ്സ് നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അധികം നടക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം വി ആർ ജസ്റ്റ് ഹാവിങ് എ ലെഷർ ടൈം. ഓക്കെ ബൈ. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ കേവ് ഹോട്ടലിലേക്ക് പോകുമായിരുന്നു. ഏകദേശം ഒരു 20 മിനിറ്റ്സോളം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇത് ഫുള്ള് വിസിറ്റ് ചെയ്യാതെ തിരിച്ചു പോയത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ എൻഡ് ചെയ്യാണ്. ഇത് ഇഷ്ടപ്പെട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ടർക്കി വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോടെ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ടിൽ ദെൻ ബൈ.